ഭഗവാനും ഭക്തനും ഇടയിൽ കാലദേശങ്ങൾക്ക് സ്ഥാനമില്ല എന്ന പരമാർത്ഥ സത്യം കാണിക്കുന്ന ഈ കഥ നാരായണീയ സപ്താഹത്തിൽ വെച്ച് കേട്ടതാണ്. എല്ലാം മറന്ന് ആനന്ദത്തോടെ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറായോ? ഭക്തന്മാരുടെ കഥ കേൾക്കുന്ന നിമിഷം നമ്മൾ ആ ഭക്തനായി മാറണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോഴേ നമുക്കും കൃഷ്ണാനുഭവം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയുള്ള ധന്യ നിമിഷങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ കഥ പകർന്നു തരുന്നു. കേവലം 150 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. ശ്രീകൃഷ്ണ ഭക്തനായ ഒരു മഹാത്മാവിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ബദരീനാഥനെ കാണണമെന്ന അതിയായ ആഗ്രഹമുണ്ടായി. എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. ഓരോ ദിനം കഴിയും തോറും ആഗ്രഹം കൂടിക്കൂടി വന്നു. അദ്ദേഹം കണ്ണനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. നമ്മളും അങ്ങനെ തന്നെ വേണം, കണ്ണനോട് സംസാരിക്കണം. ആ സംസാരത്തിന്റെ രസമറിഞ്ഞാൽ മറ്റുള്ള അനാവശ്യ സംസാരങ്ങളിൽ രസം തോന്നില്ല. അതിന്റെ നിസാരത ബോധ്യപ്പെടും. ഭഗവാനേ ഉള്ളൂ, നാം അടക്കം മറ്റൊന്നുമില്ല എന്ന സത്യം നമുക്ക് ബോധ്യപ്പെടും. കണ്ണനോട് ആ ഭക്തൻ പറയും, കൃഷ്ണ, എത്ര കാലമായി ഞാൻ കൊതിക്കുന്നു ബദരിയിൽ വന്ന് ആ തിരുമുഖം ഒന്ന് കാണാൻ. എന്നിട്ടും എന്താണ് നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകാത്തത്? ഇനി ഈ ജന്മം അതിനുള്ള ഭാഗ്യം എനിക്കില്ല എന്നാണോ കൃഷ്ണ? ബദരി ദർശനത്തിന് പോയി വരുന്നവരുടെ അടുത്തു പോയി അവിടുത്തെ വിശേഷങ്ങളെല്ലാം കൊതിയോടെ ആനന്ദ കണ്ണുനീരോടെ കേൾക്കും. പിന്നീട് അതെല്ലാം കൃഷ്ണനോട് പറയും. എന്നിട്ട് ചോദിക്കും, നമ്മൾ എന്നാ കണ്ണാ പോകുന്നത്? ഇങ്ങനെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിന് വയസ്സായി. ഒരു ദിവസം അദ്ദേഹത്തിന് ബദരിയിൽ പോകാൻ അവസരം ലഭിച്ചു. വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം നടന്ന് ആഹാരവും ഉറക്കവും ഇല്ലാതെയായിരുന്നു യാത്ര. എന്നാൽ ഈ കഷ്ടത ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിച്ചില്ല. മനസ്സ് മുഴുവൻ അദ്ദേഹം കേട്ട ബദരീശന്റെ കഥകളിൽ മുഴുകി. വഴിയിൽ മുഴുവൻ അതെല്ലാം കണ്ണനോട് പറഞ്ഞുകൊണ്ടായിരുന്നു യാത്ര. അവസാനം അദ്ദേഹം ബദരിയിലെത്തിയപ്പോൾ രാത്രിയായി. അവിടെ അദ്ദേഹം കണ്ടത് മന്ദിരം പൂട്ടിയിറങ്ങുന്ന പൂജാരിയെയാണ്. ബദരിയിൽ 6 മാസം മാത്രമേ പൂജയ്ക്കായി തുറക്കുകയുള്ളൂ. പൂജ കഴിഞ്ഞ് നട പൂട്ടിയാൽ 6 മാസം കഴിയാതെ തുറക്കില്ല. അങ്ങനെ നടപൂട്ടി ഇറങ്ങുന്ന സമയത്താണ് അദ്ദേഹം അവിടെ എത്തിയത്. ആ ഭക്തൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പൂജാരിയുടെ കാൽക്കൽ വീണു. ഒന്ന് തുറന്നു തരൂ, ഒരു നിമിഷം മാത്രം ഭഗവാനെ ഒന്ന് കാണാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു. പക്ഷേ നടയടച്ചാൽ 6 മാസം കഴിയാതെ തുറക്കാൻ പാടില്ല എന്നത് അലംഘനീയമായ നിയമമാണ്. പൂജാരി ആ ഭക്തനെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറെ ശ്രമിച്ചു. എന്നാൽ ഭക്തൻ തന്റെ എല്ലാ കാര്യങ്ങളും പൂജാരിയോട് പറഞ്ഞു. ഇനി പോയി 6 മാസം കഴിഞ്ഞു വരൂ, അല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് സഹതാപത്തോടെ ആ പൂജാരി പോയി. 10 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ദർശനം ലഭിക്കുമായിരുന്നു. ഇനി ഇത്രയും പ്രായമായ ആ സാധുവിന് ഇനി എങ്ങനെ 6 മാസം കഴിയുമ്പോൾ വരാൻ കഴിയും? മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ 6 മാസം അദ്ദേഹത്തിന് എവിടെയും തങ്ങാനും സാധ്യമല്ല. അദ്ദേഹത്തെ ഈ രാത്രിയിൽ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് നാളെ രാവിലെ നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചയക്കാമായിരുന്നു എന്നിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് പൂജാരി അസ്വസ്ഥനായി. എന്നാൽ ആ ഭക്തൻ കൃഷ്ണ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് നിസ്സഹായനായി ബദരീനാഥന്റെ മുന്നിൽ കുഴഞ്ഞു വീണു. അദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് ഒരാട്ടിടയൻ അവിടെ ഓടിയെത്തി. അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ച് അടുത്തുള്ള തന്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ കാലും മുഖവും കഴുകിച്ച് വെള്ളം കുടിക്കുവാൻ കൊടുത്തു. എന്നിട്ട് ആ ഭക്തന്റെ കാൽ തടവി കൊടുത്തുകൊണ്ട് കാൽക്കലിരുന്ന് വിശേഷങ്ങൾ ചോദിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞ് ആ ബാലൻ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, ഇവിടത്തെ പൂജാരി മഹാദയാലുവാണ്. അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി തീർച്ചയായും നാളെ രാവിലെ അങ്ങേക്ക് വേണ്ടി നട തുറക്കും. തീർച്ച, സമാധാനമായി ഉറങ്ങൂ. ഇതു കേട്ട ആ ഭക്തൻ പറഞ്ഞു, എന്റെ കൃഷ്ണൻ വന്ന് പറഞ്ഞതുപോലെ ആശ്വാസം തരുന്നു നിന്റെ വാക്കുകൾ. പക്ഷെ കുഞ്ഞെ, എനിക്ക് നാളെ ഭഗവാനെ കാണുന്നത് വരെ ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ ബാലന്റെ കണ്ണുകൾ വികസിച്ചു. കൃഷ്ണനോ? അതാരാണ്? അങ്ങയുടെ മകനാണോ? കുഞ്ഞെ, എല്ലാവർക്കും നാഥനായ കൃഷ്ണനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? മയാമനുഷ്യ ബാലനായി ഭൂമിയിൽ അവതരിച്ചാടിയ സുന്ദര ലീലകളെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? സ്വാമി, ഈ കാട്ടിൽ കഴിയുന്ന എനിക്ക് ഇതെല്ലാം ആരാണ് പറഞ്ഞു തരുന്നത്? അങ്ങേക്ക് വിഷമമില്ലെങ്കിൽ ഉറക്കം വരുന്നതുവരെ എനിക്ക് ആ കൃഷ്ണ കഥകൾ ഒന്ന് പറഞ്ഞു തരൂ. അതുകേട്ട് അദ്ദേഹം സന്തോഷത്തോടെ കണ്ണന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി. കഥകൾ ആസ്വദിച്ചു കേട്ട ആ ബാലൻ കൃഷ്ണ കഥകളിൽ മുഴുകി. കൃഷ്ണനായി മുന്നിൽ നിൽക്കുന്നത് പോലെ ആ ഭക്തൻ അനുഭവപ്പെട്ടു. രണ്ടുപേരും പരമാനന്ദത്തിൽ മുങ്ങി. നേരം
നന്നായി പുലർന്നു. രണ്ടുപേരും ആ രാത്രിയിൽ ഉറങ്ങിയില്ല. കുളിയും സന്ധ്യാവന്ദനവും കഴിഞ്ഞ് അദ്ദേഹം ഇടയ ബാലൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോയി നോക്കാമെന്നു കരുതി പുറപ്പെട്ടു. ബാലൻ അദ്ദേഹത്തെ നമസ്കരിച്ച് ആടുമേയ്ക്കാൻ പോയി. ക്ഷേത്രത്തിലെത്തിയ ആ മഹാത്മാവ് അത്ഭുതപ്പെട്ടു. 6 മാസം കഴിഞ്ഞേ തുറക്കൂ എന്ന് പറഞ്ഞ ക്ഷേത്രനട തുറന്നിരിക്കുന്നു. വീണ് നമസ്കരിച്ചു. എത്ര കാലമായി ആഗ്രഹിച്ച ആ പുണ്യദർശനം. ആത്മാനന്ദത്താൽ എല്ലാം വിസ്മരിച്ച് കുറെ സമയം ഇരുന്നു. ആനന്ദത്തിൽ നിന്നും ഉണർന്ന അദ്ദേഹം പൂജാരിയുടെ മുന്നിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പരമകാരുണ്യത്താൽ എന്റെ ചിരകാല അഭിലാഷം സാധിച്ചു. ഇനിയും 6 മാസം കഴിഞ്ഞു വന്ന ദർശനം എന്നത് സാധിക്കാത്ത കാര്യമാണ്. പൂജാരി അത്ഭുതത്തോടെ ചോദിച്ചു, അങ്ങ് പറയുന്നത് ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 6 മാസം അങ്ങ് എവിടെയായിരുന്നു? ഞാൻ ഇക്കാലമൊക്കെയും അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുകയായിരുന്നു. 6 മാസം കഴിഞ്ഞ് ഇന്ന് നട തുറന്ന ഈ ദിവസം തന്നെ കൃത്യമായി അങ്ങ് എങ്ങനെ ഇവിടെ എത്തി? എന്ത് 6 മാസമോ? ഞാൻ ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ വന്നത്? വിഷമിച്ച് തളർന്നു വീണപ്പോൾ ഇടയ ബാലൻ വന്നതും ഭക്ഷണം തന്ന് സൽക്കരിച്ചതും പുലരും വരെ കൃഷ്ണകഥകൾ പറഞ്ഞിരുന്ന് രാവിലെ ആ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് ഇവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയതാണ് എന്നുമുള്ള ആ ഭാഗവതോത്തമന്റെ വാക്കുകൾ കേട്ട പൂജാരി അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ പ്രദേശത്ത് അങ്ങനെ ഒരു ഗുഹയോ ഇടയ ബാലനോ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, ഈ 6 മാസക്കാലം ആ പ്രദേശം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുകയായിരുന്നു. സർവാത്മ സമർപ്പണത്തോടെയുള്ള നിഷ്കാമ ഭക്തിക്കു മുൻപിൽ കാലദേശങ്ങൾക്ക് എന്ത് സ്ഥാനം? കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? കണ്ണന്റെ കഥകൾ പറയുന്നതാണ്. ശ്രവണപ്രിയനാണ് കണ്ണൻ. കണ്ണന്റെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ കൂടെ കണ്ണൻ സദാ സച്ചിദാനന്ദ സ്വരൂപനായി ഉണ്ടാകും. ഇനിയിപ്പോൾ കേൾക്കാൻ ആളില്ലാച്ചാലും പറയാം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന കണ്ണനോട്. അങ്ങനെ കഥ പറയാൻ തുടങ്ങുമ്പോൾ കണ്ണൻ വിട്ടുമാറാതെ കൂടെ തന്നെ ഉണ്ടാകും.